കൊള്ളത്തില്ല കേട്ടോ. വലിയ കോമഡി ആയിട്ടൊന്നുമില്ല, പിന്നെ വലിയ ഒന്നും ജസ്റ്റ് ഈ സിറ്റുവേഷൻ ചെയ്തിട്ടുള്ളതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്ലിന് അങ്ങനെയാണ്, ഇൻ്റർവെല്ലിന് ശേഷം കുറേ ലാഗും എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നൊക്കെയാണ്. ഇവരും ആഘോഷിച്ച് അങ്ങനത്തെ കുറേ പരിപാടി ഒരു വർക്കൗട്ട് ആവാത്തൊരു സംഭവം. നല്ല പടമായിരുന്നു, രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നൈസാണ്, നല്ല പടം, കൊള്ളില്ല, നല്ല പടമാണ്. കുഞ്ചാക്കോൻ്റെ ആക്ടിങ് നല്ലതായിരുന്നു, നല്ലപോലെ ഡയറക്ഷൻ കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഡയറക്ഷൻ കുഴപ്പമില്ല, നല്ലതായിരുന്നു. കുഞ്ചാക്കോ തകർത്തു. ആവറേജ്. കൊള്ളാം എല്ലാം ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, കൊള്ളാം, എല്ലാം സൂപ്പറാണ്. നല്ല മൂവിയായിരുന്നു, എൻ്റർടൈനിങ് ആണ്. അതോടൊപ്പം തന്നെ പൊളിറ്റിക്സ് ഒക്കെ കറക്റ്റായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. പുള്ളീൻ്റെ പഴയ മൂവീസായ ഈ മറ്റേ ഇന്നാത്താ കേസോട് അതിലും ഹ്യൂമറും ഉണ്ട്, പൊളിറ്റിക്സും കൺവേ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തോന്നി. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്, എൻഗേജിങ് ആണ്. എല്ലാവരും അടിപൊളി ആക്ടിങ് ആയിരുന്നു. ദിലീഷ് പോത്തനൊക്കെ ലൈക്ക് വാവ് ആയിരുന്നു, ഭയങ്കര അടിപൊളി ആക്ടിങ് ആയിരുന്നു. പിന്നെ നല്ലതായിരുന്നു. രതീഷിൻ്റെ ഡയലോഗ്സ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എൻഗേജിങ് ആയിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. BGM നല്ലതായിരുന്നു, പേര് ഓർമ്മയില്ല, പക്ഷെ നല്ല BGM എല്ലായിരുന്നു. കോമഡി ത്രില്ലർ, അതാണ് ജോണർ. സ്റ്റോറിയും കൊള്ളാം, നല്ല സിനിമയാണ്. എടുത്തു പറയുന്നത് ചാക്കോച്ചിൻ്റെ അഭിനയം തന്നെയാണ്, നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കുറ്റാന്വേഷണ രീതിയിലുള്ള എന്ന രീതിയിലൊക്കെ ആയിരിക്കും നോക്കുന്നത്, പക്ഷെ അതിന് വേറൊരു ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഫിലിം, നല്ല കുഞ്ചാക്കോ ബോബൻ്റെ അടിപൊളി, എല്ലാം നന്നായിട്ടുണ്ട്. കിടിലം, ഫസ്റ്റ് ഹാഫ് ഫുള്ളും നല്ല കിടിലം, അഭിനയവും ഫുള്ളും ഇമോഷൻസ് എല്ലാം കൂടെ നല്ല കൺവേ ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. കൊള്ളാം, നല്ല പടം.